എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ബ്രേക്കപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത്? പലപ്പോഴും അവരോടുള്ള സ്നേഹ കൂടുതൽ കാരണം മാത്രമല്ല, ഇതിന് വേറെയും ചില റീസൺസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പോസിബിൾ റീസൺസ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ പേഴ്സണെ മിസ് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലെ ഒരു റൊട്ടീൻ്റെ ഭാഗമായി മാറിയിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അതായത് എന്ത് സന്തോഷം വന്നു കഴിഞ്ഞാലും സങ്കടം വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും അവരെടുത്ത് പോയി പറയുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടായിരുന്നു. അതായത് എപ്പോഴും അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യം അവരോട് ഷെയർ ചെയ്യുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, ഇങ്ങനെ നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമായിരുന്ന ഒരു പേഴ്സൺ ആണ്. അതാണ് നിങ്ങൾക്ക് ആക്ച്വലി മിസ് ചെയ്യുന്നത്. സോ ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു റൊട്ടീൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആയി മാറിയിട്ടുണ്ട്. ആ ഒരു കാര്യം മിസ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നത്. രണ്ട്, എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലോഷർ കിട്ടിയിട്ടില്ല. ഒന്നും പറയാതെ, ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഒറ്റ പോക്ക് അങ്ങ് പോയി. സോ ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഒരു വൈ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന സമയത്തും മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പേഴ്സൺ എന്താണ് എന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ ഷോ ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലോഷറിൻ്റെ ആവശ്യമല്ല. ആ ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോസിബിൾ ആയ റീസൺ, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മിസ് ചെയ്തുകൊണ്ടല്ല, പകരം ആ ഒരു പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ അത്രയും ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു 10 years ഒക്കെ ഇമാജിനറി ലൈഫ് ഓൾറെഡി മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ടും പലപ്പോഴും മൂവ് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ഹോബീസും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റൊട്ടീനും എല്ലാം ആ ഒരു പേഴ്സണെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വൺ, സ്റ്റിൽ നിങ്ങൾ അവരെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെ അവർ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, മ്യൂച്വൽ ഫ്രണ്ട്സ്, മേ ബി അവർക്ക് പുതിയ പാർട്ട്ണറോ കാര്യങ്ങളോ ആയിട്ടുണ്ടെങ്കിൽ അവരെ സ്റ്റോക്ക് ചെയ്യുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പുറകെ നടന്ന് അവരുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും അവരോടുള്ള ഇഷ്ടം കൂടുതൽ മാത്രമല്ല മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ഇങ്ങനെയും ചില പോസിബിൾ റീസൺസ് ഉണ്ട്. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചേസിങ് അഫർമേഷൻ വാട്സപ്പ് ചെയ്യുക, അയച്ചു തരാം.